കർണാടകയിൽ നേതൃമാറ്റത്തിന് സാധ്യത തെളിയുന്നു. ഇന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മന്ത്രിമാരെ പ്രഭാത ഭക്ഷണത്തിന് ഔദ്യോഗിക വസതിയായ കാവേരിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. നേതൃമാറ്റമുണ്ടായാൽ മുഖ്യമന്ത്രി അയക്കാവുന്ന നിലവിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും പ്രഭാത ഭക്ഷണത്തിനെത്തും. സിദ്ധരാമയ്യ ഇന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കുമെന്നാണ് വിവരം. വി വിനോദ് ചേരുന്നു. വിനോദ്, ഒരുപാട് നാളായി വഴങ്ങാതെ ഇരുന്ന ഒരു നേതാവാണ് സിദ്ധരാമയ്യ. 2.5 വർഷമെന്ന കാലാവധി പറഞ്ഞിരുന്നുവെന്ന് ഡി കെ ക്യാമ്പ് പറയുന്നു. ഇപ്പോൾ രാജ്യസഭയിലേക്ക് സിദ്ധരാമയ്യ പോകുമെന്ന് പറയുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പാക്കിയാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത്? രഞ്ജിത്ത്, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സിദ്ധരാമയ്യ നടത്തിയിരുന്നു. 2.5 വർഷമായിരുന്നു നേരത്തെ ഉള്ള ധാരണ അനുസരിച്ച് ഉള്ള സമയം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 2.5 വർഷം കഴിഞ്ഞിട്ടും സിദ്ധരാമയ്യ ഒഴിയാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നില്ല. ഡി കെ ശിവകുമാർ ആകട്ടെ ആദ്യം മുതൽ തന്നെ ഉരസി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തോട് താല്പര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പ്രചരണത്തിൻ്റെ മുമ്പിൽ നിന്നത് ഡി കെ ആണ്. മാത്രമല്ല കർണാടകയ്ക്ക് പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം തന്നെ വലിയ ആവേശം നൽകുന്ന ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ. അദ്ദേഹത്തിന് നേരെ ഇപ്പോൾ ഇ ഡിയുടെയൊക്കെ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള നടപടികളൊക്കെ നേരിട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിന് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. അതെല്ലാം തന്നെ അതിജീവിച്ചാണ് ഡി കെ ശക്തനായി കോൺഗ്രസിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു. അദ്ദേഹത്തിന് മുകളിലുള്ള സമ്മർദ്ദങ്ങൾ, അന്വേഷണങ്ങൾ എന്നൊക്കെയുള്ള വാർത്തകൾ ആ സമയത്ത് വന്നതാണ്. പക്ഷേ അതെല്ലാം അതിജീവിച്ച് കോൺഗ്രസിനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി എന്നൊരു വികാരം തന്നെയാണ് പൊതുവിൽ പ്രവർത്തകർക്കിടയിലുള്ളത്. അങ്ങനെ ഡി കെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പരമേശ്വരയെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കമാണ് ഏറ്റവും ഒടുവിൽ പോലും സിദ്ധരാമയ്യ ക്യാമ്പിൽ നിന്നുണ്ടായത്. കാരണം ശിവകുമാറിനെ ആക്കാതിരിക്കുക, താൻ ഒഴിയുകയാണെങ്കിൽ പരമേശ്വര വരട്ടെ എന്നൊരു നിലപാടിലേക്ക് സിദ്ധരാമയ്യ പോവുകയായിരുന്നു. സിദ്ധരാമയ്യ ഒഴിയുമ്പോഴും അദ്ദേഹത്തിനും ചില വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന്, രാജ്യസഭാ അംഗത്വമാണ്. PCC അധ്യക്ഷ സ്ഥാനമുണ്ട്. അതിപ്പോൾ ഡി കെ ശിവകുമാറിനാണ്. അത് സിദ്ധരാമയ്യക്ക് നൽകാമെന്നൊരു ഉറപ്പ്. മറ്റൊന്ന്, സിദ്ധരാമയ്യയുടെ മകനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാമെന്ന ഉറപ്പ്. അവിടെ പല കാര്യങ്ങൾ പാലിക്കേണ്ടി വരും. സാമുദായിക സന്തുലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ AICCക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ. OBC വിഭാഗത്തിൽപ്പെട്ട ആളാണ് സിദ്ധരാമയ്യ. 2029 തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല കർണാടകയിൽ അവിടുത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ തർക്കമില്ലാതെ അവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നൊരു വലിയ വെല്ലുവിളി AICCക്ക് മുന്നിലുണ്ട്. ഇന്നിപ്പോൾ സിദ്ധരാമയ്യ തൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട്. അതിൽ ഡി കെ ശിവകുമാർ പങ്കെടുക്കുന്നുണ്ട്. രാജിവെക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിൽ ഡി കെ ശിവകുമാർ ആയിരിക്കും എന്നതിൽ വലിയൊരു പ്രതീക്ഷ പ്രവർത്തകർ വെച്ചു പുലർത്തുന്നുണ്ട്. ആ തരത്തിലുള്ളൊരു പ്രഖ്യാപനമായിരിക്കും AICCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കരുതുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, ശരി.